ഹായ്, എല്ലാവർക്കും ഇന്നത്തെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെഗാ മാരത്തോണിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ പരീക്ഷയുടെ സമയത്താണ് ഈ മെഗാ മാരത്തോൺ തുടങ്ങുന്നത്. പക്ഷേ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്ന പോസ്റ്റാണ് കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ്. ഈ ഒരു അവസരം ഇനി കിട്ടണമെങ്കിൽ 3-4 വർഷം കഴിയണം. അതുകൊണ്ടാണ് ഈ 6 മാസത്തിന് മുമ്പ് മെഗാ മാരത്തോൺ തുടങ്ങുന്നത്. കാര്യം ഒരു മെഗാ മാരത്തോണിൽ 15 ടോപ്പിക് ഉണ്ടാവും. 15 ടോപ്പിക്ക്, കറണ്ട് അഫെയർ ഉൾപ്പെടെ 15 ടോപ്പിക് ഉണ്ടാവും. കാര്യം കറണ്ട് അഫെയറിന് 20 മാർക്കാണ്. കറണ്ട് അഫെയർ ഉൾപ്പെടെ സിലബസിലുള്ള 15 ടോപ്പിക് ഉണ്ടാവും. അങ്ങനെ നമ്മളൊരു 10 മാരത്തോൺ പോയാൽ 150 ടോപ്പിക്ക് നമ്മൾ പഠിക്കും. പരീക്ഷയുടെ സമയത്ത് നമുക്ക് മെഗാ മാരത്തോൺ റിവിഷൻ വെക്കും. ഒരു പുതിയൊരു ഐഡിയ, മെഗാ മാരത്തോൺ റിവിഷൻ വെക്കാൻ പോവുകയാണ്. അന്നേരം എല്ലാവർക്കും മാരത്തോൺ ക്ലാസ്സിലേക്ക് സ്വാഗതമുണ്ട്. അന്നേരം നിങ്ങൾ ഈ മാരത്തോൺ നിങ്ങൾ പഠിക്കുക, എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ചെയ്തൊന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഒരു കറണ്ട് അഫെയറിൻ്റെ ടോപ്പിക്കാണ് 2026 പത്മ അവാർഡുകൾ. പത്മ അവാർഡ് എന്ന് കേൾക്കുമ്പം പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ്. 2026 പത്മ അവാർഡുകൾ 131 വ്യക്തികൾക്ക് ലഭിച്ചു. 131 വ്യക്തികൾക്കാണ് 2026 പത്മ അവാർഡ് ലഭിച്ചത്. അതെങ്ങനെയാണ്? പത്മശ്രീയും പത്മവിഭൂഷണും പത്മഭൂഷണും കൂടെ ചേർത്ത് 131 വ്യക്തികൾക്കാണ് പത്മ അവാർഡ് ലഭിച്ചത്. ആദ്യത്തെ പത്മവിഭൂഷൺ 5 പേർക്കാണ് ലഭിച്ചത്. മൊത്തം കൂടെ ചേർത്താൽ 131 പേര്. പത്മവിഭൂഷൺ 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ആ 5 പേര്, ഒന്ന് ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, മരണാനന്തരം സിനിമ ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ഡിയോളിനാണ് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു 2026. 2 ശ്രീ KT തോമസ്, പൊതുകാര്യങ്ങൾ കേരളം. KT തോമസ്, കേരളത്തിൽ നിന്ന് ശ്രീ KT തോമസിന് ലഭിച്ചു പൊതുകാര്യങ്ങൾ എന്ന വിഭാഗത്തിൽ. 3 മിസ് N രാജം, കല, ഉത്തർപ്രദേശ്. 4 ശ്രീ P നാരായണൻ, സാഹിത്യം വിദ്യാഭ്യാസം, കേരളം. 5 ശ്രീ VS അച്യുതാനന്ദൻ, മരണാനന്തരം പൊതുകാര്യങ്ങൾ, കേരളം. അന്നേരം പത്മ അവാർഡ് 131 പേർക്ക് പത്മ അവാർഡ് പ്രഖ്യാപിച്ചതിൽ പത്മ അവാർഡിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് പത്മവിഭൂഷൺ. ആ പത്മവിഭൂഷൺ 5 പേർക്ക് കിട്ടി. ഒരു ചരിത്രവും കൂടെ ഉണ്ട്. 5 പേർക്ക് പത്മവിഭൂഷൺ കിട്ടിയപ്പോൾ അതിൽ 3 പേര് മലയാളികളാണ്. 5 പേർക്ക് 2026 പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 3 പേര് മലയാളികളാണ്. ഒന്നാമത്തെ 5 പത്മവിഭൂഷൺ കിട്ടിയ 5 പേര് ശ്രീ ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, മഹാരാഷ്ട്ര, മരണാനന്തര ബഹുമതിയായിട്ട്. ശ്രീ KT തോമസ്, പൊതുകാര്യങ്ങൾ, കേരളം. മിസ് N രാജം, കല, ഉത്തർപ്രദേശ്. ശ്രീ P നാരായണൻ, സാഹിത്യം വിദ്യാഭ്യാസം, കേരളം. ശ്രീ VS അച്യുതാനന്ദൻ, മരണാനന്തരം, കേരളം. 5 പേരിൽ 3 പേര് മലയാളികൾ. അടുത്ത പത്മഭൂഷൺ 13 വ്യക്തികൾക്കാണ് ഇന്ത്യ മൊത്തത്തിൽ പത്മഭൂഷൺ നൽകിയത്. 2026 13 വ്യക്തികൾക്കാണ് ഇന്ത്യ മൊത്തത്തിൽ പത്മഭൂഷൺ നൽകിയത്. അത് 2 മലയാളികൾക്ക് ലഭിച്ചു. ഒന്ന് ശ്രീ മമ്മൂട്ടി, കലാവിഭാഗത്തിൽ ശ്രീ മമ്മൂട്ടിക്ക് ലഭിച്ചു. 2 ശ്രീ വെള്ളാപ്പള്ളി നടേശന്, പൊതുകാര്യങ്ങൾക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചു. അന്നേരം പത്മഭൂഷൺ ഇന്ത്യ മൊത്തത്തിൽ 13 പേർക്കാണ് പത്മഭൂഷൺ നൽകിയത്. അത് ലഭിച്ച മലയാളികൾ: 1 ശ്രീ മമ്മൂട്ടി, കല. 2 ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, പൊതുകാര്യങ്ങൾ. അടുത്ത പത്മശ്രീ 2026. പത്മശ്രീ 2026 113 വ്യക്തികൾക്കാണ് പത്മശ്രീ നൽകിയത്. 113 വ്യക്തികൾക്കാണ് പത്മശ്രീ നൽകിയത്. അതിൽ 3 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചു. അതായത് പത്മശ്രീ ഇന്ത്യ മൊത്തത്തിൽ 113 വ്യക്തികൾക്കാണ് 2026 നൽകിയത്. അതിൽ 3 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചു. ഒന്ന് കലാമണ്ഡലം വിമല മേനോൻ, ഒന്നാമത്തെ കലാമണ്ഡലം വിമല മേനോൻ, ആർട്ട് വിഭാഗത്തിൽ. 2 AE മുത്തുനായകം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ. 3 കൊല്ലക്കയിൽ ദേവകിയമ്മ, സാമൂഹ്യ പ്രവർത്തനം, പരിസ്ഥിതി സംരക്ഷണം എന്ന വിഭാഗത്തിൽ. അതായത് സ്വന്തമായിട്ട് കൃത്രിമ വനം സൃഷ്ടിച്ച വ്യക്തിയാണ് കൊല്ലക്കയിൽ ദേവകിയമ്മ. സാമൂഹ്യ പ്രവർത്തനം, പരിസ്ഥിതി സംരക്ഷണ വിഭാഗത്തിൽ. ആലപ്പുഴ ജില്ല, മുതുകുളം സ്വദേശിയാണ്. അന്നേരം പത്മശ്രീ 2026 113 വ്യക്തികൾക്കാണ് ഇന്ത്യ മൊത്തത്തിൽ ലഭിച്ചത്. അതിൽ 3 മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചു. ഒന്ന് കലാമണ്ഡലം വിമല മേനോൻ, 2 AE മുത്തുനായകം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം. 3 കൊല്ലക്കയിൽ ദേവകിയമ്മ, സാമൂഹ്യ പ്രവർത്തനം, പരിസ്ഥിതി വിഭാഗത്തിൽ. അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള
കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിനും ഇനി വരുന്ന PSC പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി ഒരു വർഷത്തേക്ക് ഈ പത്മ അവാർഡ് എല്ലാ പരീക്ഷയിലും ചോദിക്കാം, പ്രിലിംസിനും മെയിൻസിനും. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടാമത്തെ ടോപ്പിക്ക് ഒരു GKയുടെ ടോപ്പിക്കാണ് വന്നിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഭരണപരിഷ്കരണ കമ്മീഷനുകൾ. ഇന്ത്യയിലെ ഭരണപരിഷ്കാര കമ്മീഷനുകൾ. ഇന്ത്യയിലെ ആദ്യ ഭരണപരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നത് 1966 ജനുവരി 5-നാണ്. അതിൻ്റെ ആദ്യ അധ്യക്ഷൻ മൊറാർജി ദേശായി ആണ്. രണ്ടാമത്തെ അധ്യക്ഷൻ കെ ഹനുമന്ത് അയ്യയാണ്. 1970 അത് റിപ്പോർട്ട് സമർപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യ ഭരണപരിഷ്കരണ കമ്മീഷൻ മിക്കപ്പോഴും PSC പരീക്ഷകളിലൊക്കെ വരുന്നതാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണപരിഷ്കരണ കമ്മീഷൻ 1966 രൂപീകരിച്ചത്. മൊറാർജി ദേശായി ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ആദ്യ അധ്യക്ഷൻ മൊറാർജി ദേശായി ആയിരുന്നു. പക്ഷെ മൊറാർജി ദേശായി ഉപപ്രധാനമന്ത്രി ആയതിനെ തുടർന്ന് ഹനുമന്ത് അയ്യ രണ്ടാമത്തെ അധ്യക്ഷനായി. ആദ്യത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ രണ്ടാമത്തെ അധ്യക്ഷൻ കെ ഹനുമന്ത് അയ്യയാണ്. കാര്യം മൊറാർജി ദേശായി ഉപപ്രധാനമന്ത്രിയായി. ഇന്ത്യയിലെ ആദ്യ ഭരണപരിഷ്കരണ കമ്മീഷൻ ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1966. അതിൻ്റെ ആദ്യ അധ്യക്ഷനാര്? മൊറാർജി ദേശായി ഉപപ്രധാനമന്ത്രി ആയതിനെ തുടർന്ന് ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ രണ്ടാമത്തെ അധ്യക്ഷൻ കെ ഹനുമന്ത് അയ്യ. 1970 ഭരണപരിഷ്കരണ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇനി ഇന്ത്യയിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത് 2005. ഇന്ത്യയിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചത് 2005 ഓഗസ്റ്റ് 31-നാണ്. അതിൻ്റെ ചെയർപേഴ്സൺ വീരപ്പ മൊയ്ലിയാണ്. അതിൻ്റെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ വീരപ്പ മൊയ്ലിയാണ്. 2009 വീരപ്പ മൊയ്ലി രാജിവെച്ചു. പിന്നീട് വി രാമചന്ദ്രൻ ചെയർമാനായി. അന്നേരം ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, GKയിൽ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ത്യയിലെ ആദ്യ ഭരണപരിഷ്കരണ കമ്മീഷൻ 1966. മൊറാർജി ദേശായി ആയിരുന്നു അതിൻ്റെ ആദ്യ അധ്യക്ഷൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ 2005 വീരപ്പ മൊയ്ലിയായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഇനി കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മീഷനും ചോദിക്കാറുണ്ട്. കേരളത്തിൽ മൊത്തം 4 ഭരണപരിഷ്കരണ കമ്മീഷനുകളുണ്ട്. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1957. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാടാണ്. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. രണ്ടാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ 1965. രണ്ടാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ 1965. രണ്ടാം കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ MK വെള്ളോടിയാണ്. അദ്ദേഹം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. മൂന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ EK നയനാറാണ്. 1997. മൂന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ EK നയനാരാണ്. 1997. നാലാം കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ VS അച്യുതാനന്ദനാണ്. 2016 രൂപം കൊണ്ട നാലാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ VS അച്യുതാനന്ദനാണ്. എന്നിട്ട് നോക്കിയേ, ചോദ്യം വരുന്ന അടുത്തൊരു ഏരിയയാണ് കേരളത്തിലെ ഭരണപരിഷ്കരണ കമ്മീഷനുകൾ. കേരളത്തിൽ മൊത്തം 4 ഭരണപരിഷ്കരണ കമ്മീഷനുകളുണ്ട്. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1957. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. രണ്ടാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ 1965. രണ്ടാം കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ MK വെള്ളോടി. മൂന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ 1997. EK നയനാരാണ് ചെയർമാൻ. നാലാം കേരള ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ VS അച്യുതാനന്ദനാണ്. 2016 രൂപീകരിച്ചു. കേരളത്തിൽ മൊത്തം 4 ഭരണപരിഷ്കരണ കമ്മീഷനാണ്. അന്നേരം വീണ്ടും നമ്മൾ അടുത്ത ഒരു കറണ്ട് അഫെയറിൻ്റെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ലോകം കറണ്ട് അഫെയറിൻ്റെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റാണ്. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. വീണ്ടും 46ാമത് ജോ ബൈഡൻ വന്നു. 47ാമത്തെ നിലവിലെ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിയാണ്.
ഇപ്പോൾ 2026 ഫെബ്രുവരിയിൽ ഈ മാസം നടന്ന PSC പരീക്ഷയ്ക്ക് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ചോദിച്ചു, ആന. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. ഇംഗ്ലണ്ടിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ ആണ്. ജർമ്മനിയുടെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻമിയർ ആണ്. കാനഡയുടെ നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ്. നേപ്പാളിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി സുശീല കർക്കിയാണ്. ജപ്പാന്റെ പ്രധാനമന്ത്രി സനൈ തകൈച്ചിയാണ്. പാകിസ്ഥാന്റെ നിലവിലെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ഹിരണി അമരസൂരിയാണ്. റഷ്യയുടെ നിലവിലെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ്. IMFിൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയാണ്. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ്. വേൾഡ് ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. യുഎൻഒയുടെ ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. ഈ ലോകം ഉയർന്ന പദവികൾ മിക്കപ്പോഴും ചോദ്യം വരുന്നതാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ചൈനയുടെ നിലവിലെ പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ്. ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറാണ്. അദ്ദേഹം ലേബർ പാർട്ടിയുടെ പ്രതിനിധിയാണ്. നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ പ്രധാനമന്ത്രി ആര്? ക്ലെമൻ്റ് ആറ്റ്ലി. ആ ക്ലെമൻ്റ് ആറ്റ്ലി ലേബർ പാർട്ടിയുടെ നേതാവാണ്. ലേബർ പാർട്ടി ഏത് രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ പാർട്ടിയാണ്. അന്നേരം ഇംഗ്ലണ്ടിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ലേബർ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ജർമ്മനിയുടെ നിലവിലെ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയിൻമിയർ ആണ്. കാനഡയുടെ നിലവിലെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയാണ്. നേപ്പാളിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി സുശീല കർക്കിയാണ്. പാകിസ്ഥാൻ്റെ നിലവിലെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫാണ്. ശ്രീലങ്കയുടെ നിലവിലെ പ്രധാനമന്ത്രി ഹിരണി അമരസൂരിയാണ്. റഷ്യയുടെ നിലവിലെ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ്. IMFിൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയാണ്. നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ്. നാറ്റോ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമാണ് നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയാണ്. വേൾഡ് ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. നമുക്ക് വീണ്ടും ഒരു കറണ്ട് അഫെയറിൻ്റെ ചോദ്യം വരുന്ന അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കേരള പുരസ്കാരങ്ങൾ 2025. അതിൽ കേരള പുരസ്കാരത്തിലെ ഉയർന്ന പുരസ്കാരമായ കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. 2025 കേരള പുരസ്കാരത്തിലെ ഉയർന്ന പുരസ്കാരമായ കേരള ജ്യോതി ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്ക് കേരള പുരസ്കാരത്തിലെ ഉയർന്ന പുരസ്കാരമായ കേരള ജ്യോതി 2025 ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ്. കേരള പ്രഭ ലഭിച്ചത് ഒന്ന് PB അനീഷ് കാർഷിക മേഖല, 2 രാജശ്രീ വാര്യർ കല. കേരള പുരസ്കാരത്തിലെ രണ്ടാമത്തെ ഉയർന്ന പുരസ്കാരമായ കേരള പ്രഭ ലഭിച്ചത് ഒന്ന് PB അനീഷ് കാർഷികം, 2 രാജശ്രീ വാര്യർ കല. അടുത്ത കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ഒന്ന് ശശികുമാർ മാധ്യമ പ്രവർത്തനം, ഒന്നാമത്തെ ശശികുമാർ മാധ്യമ പ്രവർത്തനം, 2 ഷഹാൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസം, 3 MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, 4 അഭിലാഷ് ടോമി കായികം, 5 ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനം. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, 2025 കേരള പുരസ്കാരം ചോദിക്കാറുണ്ട്. അതിലെപ്പോഴും കേരള ജ്യോതി ചോദിക്കാറുണ്ട്. 2025 കേരള പുരസ്കാരത്തിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR വാര്യർ വിദ്യാഭ്യാസം,
വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾക്ക് കേരളപ്രഭ ലഭിച്ചത് 1 PB അനീഷ് കാർഷികം, 2 രാജശ്രീ വാര്യർ കല, കേരളശ്രീ ലഭിച്ചത് ശശികുമാർ, 1 ശശികുമാർ മാധ്യമപ്രവർത്തനം, 2 MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ്, 3 അഭിലാഷ് ടോമി കായികം, 4 ജിലുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ 2 കോഴ്സുകൾ തുടങ്ങുന്നുണ്ട്. ഒന്ന് കേട്ടറ്റിൻ്റെ 2026 ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട്. അത് ഇപ്പം 899 രൂപയ്ക്ക് നമുക്ക് പഠിക്കാം. സർവീസിലുള്ളവർക്കും ഇനി അടുത്ത കേട്ടറ്റ് ഇരുന്നവർക്കും പഠിക്കാം. അതായത് കേട്ടറ്റിൻ്റെ ഫസ്റ്റിൻ്റെ മുഴുവൻ, അതായത് സൈക്കോളജി, പെഡഗോഗി, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, മലയാളം, EVS ഉൾപ്പെടെ കേട്ടറ്റ് ഫുള്ള്, ഫസ്റ്റിൻ്റെ ഫുള്ള്, അതുപോലെ കേട്ടറ്റ് സെക്കൻഡിൻ്റെ സൈക്കോളജി, പെഡഗോഗി, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സോഷ്യൽ സയൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം. 899 രൂപയാണ് ഇതിൻ്റെ ഓൺലൈൻ ബാച്ചിന്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫോഴ്സ് ബാച്ച് തുടങ്ങുക. അതായത് 2026 ഏപ്രിൽ നടക്കുന്ന അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ എന്നിവയ്ക്ക് കോമൺ ആയിട്ടൊരു ഫോഴ്സ് ബാച്ച് തുടങ്ങുക. പക്ഷേ എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്ക് സെപ്പറേറ്റ് എടുത്തു തരും. പക്ഷെ എല്ലാത്തിനും ഈ 3 എണ്ണത്തിന് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. ഈ 3-4 എല്ലാത്തിനും കൂടെ, ഈ ഫോഴ്സ് ബാച്ചിനെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കതിൻ്റെ വിശദവിവരം പറഞ്ഞു തരാം. എന്നാൽ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്തൊരു ടോപ്പിക്ക് ലോകത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളാണ്. ഇത് കറൻറ്റ് ട്രെൻഡായിട്ടും ചോദ്യം വരും, GK ആയിട്ടും ചോദ്യം വരും. കാര്യം 2026 ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ നടന്ന സിവിൽ എക്സൈസ് ഓഫീസർക്ക് PSC ചോദിച്ച ചോദ്യം, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ചോദിച്ചു. ആൻസർ ആനയെന്നായിരുന്നു. അന്നേരം ഇപ്പം ഇത് കറണ്ട് ഓറിയൻറ്റഡ് ആയിട്ടും പ്രാധാന്യമുള്ളതാണ്, അല്ല GK പരമായിട്ടും പ്രാധാന്യമുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പം ലേറ്റസ്റ്റ് വന്ന ചോദ്യം ഇതാണ്, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. ഈ 2026 ഫെബ്രുവരിയിൽ നടന്ന PSC പരീക്ഷയ്ക്കാണ് ഇത് ചോദിച്ചത്, ആന. നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. ലോകത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. ഒന്നാമത്തെ ഭാരതീയ ജനതാ പാർട്ടി BJP. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ BJP ആണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടത്. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു BJP രൂപം കൊണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി നിലവിൽ BJP ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് നിലവിൽ BJP. BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. രണ്ടാമത്തെ വലിയ പാർട്ടിയാണ്, ലോകത്തിലെ അടുത്ത പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് 1921 അരിവാൾ ചുറ്റിക. പക്ഷേ ആ അരിവാൾ ചുറ്റികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചുവന്ന നിറത്തിലുള്ള അരിവാൾ ചുറ്റികയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം. ലോകത്തിലെ മൂന്നാമത്തെ വലിയ പാർട്ടി, അടുത്ത വലിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ലോകത്തിലെ തന്നെ ഒരു വലിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ്. നാളെ ചോദിക്കാം, കൈപ്പത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചത് 1978 കൈപ്പത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി സ്വീകരിച്ചത് 1978 അന്ന് 69 കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാ കോൺഗ്രസ് വിഭാഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം പശുവും പശുക്കുട്ടിയായിരുന്നു. പക്ഷേ 1978 കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയായി. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടത് 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ്. നമുക്ക് പലപ്പോഴും ഇന്ത്യൻ ഹിസ്റ്ററി ചോദിക്കാറുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് AO ഹ്യൂം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജിയാണ്.
അടുത്തതാണ് ഡെമോക്രാറ്റിക് പാർട്ടി. ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയിലെ പാർട്ടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയിലെ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. കാര്യം രണ്ട് പാർട്ടി സിസ്റ്റം ഉള്ള രാജ്യമാണ് അമേരിക്ക. ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി. നമ്മൾ ഇന്ത്യയിലേക്ക് ഒരുപാട് പാർട്ടികളുണ്ട്, പക്ഷെ അമേരിക്കയിൽ ആകെ 2 പാർട്ടികളേ ഉള്ളൂ, ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി. ഡെമോക്രാറ്റിക് പാർട്ടി രൂപം കൊണ്ടത് 1828 അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയിലാണ് 1828 ഡെമോക്രാറ്റിക് പാർട്ടി രൂപം കൊണ്ടത്. നമുക്കറിയാം രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828 അല്ലേ? രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828 അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കഴുതയാണ്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കഴുതയാണ്, പക്ഷേ നീല നിറത്തിലുള്ള കഴുതയാണ്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കഴുതയാണ്, പക്ഷേ നീല നിറത്തിലുള്ള കഴുതയാണ്. അടുത്തയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അമേരിക്കയിലെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. ഇപ്പോഴത്തെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. ആ റിപ്പബ്ലിക്കൻ പാർട്ടി 1854 രൂപം കൊണ്ടത്. നമുക്കറിയാം 1854 എന്ന് കേൾക്കുമ്പോൾ തന്നെ PSC ചോദ്യമുണ്ട്. ഇന്ത്യയിൽ ഡൽഹൌസി പോസ്റ്റൽ ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ച വർഷം 1854. അതുപോലെ തന്നെ വുഡ്സ് ഡെസ്പാച്ച്, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വുഡ്സ് ഡെസ്പാച്ച് 1854. അമേരിക്കയിലെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. ആ റിപ്പബ്ലിക്കൻ പാർട്ടി രൂപം കൊണ്ടത് 1854. ഇപ്പോഴത്തെ നിലവിൽ 2026 ഫെബ്രുവരിയിലെ സിവിൽ എക്സൈസ് ഓഫീസർക്ക് PSC ചോദിച്ച ചോദ്യം, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സിമ്പൽ ആനയാണ്. പക്ഷേ ആനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ചുവന്ന നിറത്തിലുള്ള ആനയാണ്. ആനയെന്നേ ചോയ്സിലുണ്ടായിരുന്നുള്ളൂ, ചുവന്ന നിറത്തിലുള്ള ആനയാണ്. ഇനി പ്രധാനപ്പെട്ട മറ്റു പാർട്ടികൾ, ഒന്നാണ് DMK. ഒന്നാമത്തെയാണ് DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. 1949 രൂപം കൊണ്ട പാർട്ടിയാണ്. ഇന്ന് തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടിയാണ് DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. MK സ്റ്റാലിൻ്റെ പാർട്ടിയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം. 1949 രൂപം കൊണ്ടത്. ഉദയസൂര്യനാണ് DMKയുടെ ചിഹ്നം. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ബഹുജൻ സമാജ്വാദി പാർട്ടി. അത് ഉത്തർപ്രദേശിലേക്കുള്ള പാർട്ടിയാണ്, മായാവതിയുടെ പാർട്ടിയാണ്. ആനയാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം, പക്ഷേ ഇടത്തോട്ട് ഫേസ് കൊടുക്കുന്ന ആനയാണ് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നം. 1984 ബഹുജൻ സമാജ്വാദി പാർട്ടി രൂപം കൊണ്ടത്. കാര്യം അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നവും ആനയാണ്, ഇന്ത്യയിലെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നവും ആനയാണ്. പക്ഷേ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൻ്റെ പ്രത്യേകത ചുവന്ന നിറത്തിലുള്ള ആനയാണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇതിൽ നിന്ന് റീസെൻ്റായിട്ട് 2026 PSC ചോദ്യം വന്നൊരു ഏരിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി നിലവിലേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. 1980 BJP രൂപം കൊണ്ടത്. 1980 BJP രൂപം കൊണ്ടത്. BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. അടുത്ത പ്രധാനപ്പെട്ട പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1921 രൂപം കൊണ്ട പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അരിവാൾ ചുറ്റികയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം, അരിവാൾ ചുറ്റിക. പക്ഷേ കേരളത്തിലെ CPMൻ്റെ ചിഹ്നം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രവും, കേരളത്തിലെ CPIയുടെ ചിഹ്നം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചിഹ്നം അരിവാൾ നെൽക്കതിരുമാണ്. ശ്രദ്ധിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 രൂപം കൊണ്ട പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബർ 28 രൂപം കൊണ്ട പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂമാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തിയാണ്. കൈപ്പത്തി തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് സ്വീകരിച്ചത് 1978 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി തെരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ട് സ്വീകരിച്ചത് 1978. അടുത്ത ഡെമോക്രാറ്റിക് പാർട്ടി, അമേരിക്കയിലെ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. 1828 സ്ഥാപിതമായ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി. കഴുതയാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം. അടുത്തയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. 1854 സ്ഥാപിതമായ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. ആനയാണ് തെരഞ്ഞെടുപ്പ് ചിഹ്നം, പക്ഷേ ചുവന്ന നിറത്തിലുള്ള ആനയാണ്. അടുത്ത DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. 1949 സ്ഥാപിതമായ പാർട്ടിയാണ്. ഉദയസൂര്യനാണ് ചിഹ്നം. BSP, ബഹുജൻ സമാജ്വാദി പാർട്ടി, ഉത്തർപ്രദേശിലെ പാർട്ടിയാണ്. മായാവതിയുടെയും മായാവതിയുടെയൊക്കെ പാർട്ടിയാണ്. അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ്. അന്നേരം
ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BJP മാറി. അന്നേരം ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അന്നേരം നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അന്നേരം ഈ ടോപ്പിക്കിൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അതായത് കറണ്ട് അഫെയറിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് നമ്മുടെ 5ാമത്തെ ടോപ്പിക്ക്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 നൽകിയത് 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2025 നൽകിയത് 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2025 നൽകിയത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം. KG ശങ്കരപ്പിള്ളയുടെ പ്രധാന കൃതികൾ ബംഗാൾ, അയോധ്യ, നന്നങ്ങാടികൾ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, മരിച്ചവരുടെ വീട്. പ്രധാനപ്പെട്ട കൃതികളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. KG ശങ്കരപ്പിള്ളയുടെ പ്രധാന കൃതികൾ ബംഗാൾ, അയോധ്യ, നന്നങ്ങാടികൾ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, മരിച്ചവരുടെ വീട്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമെന്ന് ചോദിച്ചാൽ 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യത്തിന് കേരള സർക്കാർ നൽകുന്ന ഉന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യത്തിന് കേരള സർക്കാർ നൽകുന്ന ഉന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. കൃതികൾ ബംഗാൾ, അയോധ്യ, നന്നങ്ങാടികൾ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ, മരിച്ചവരുടെ വീട്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം അത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. NS മാധവൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ 1 ഹിഗിറ്റ, 2 ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, 3 പര്യായ കഥകൾ, 4 പഞ്ചകന്യകകൾ, 5 ഭീമച്ചൻ. പ്രധാനപ്പെട്ട കൃതികൾ. അതായത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. NS മാധവൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ? ഹിഗിറ്റ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ, പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, ഭീമച്ചൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരമാർക്ക് NS മാധവൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ SK വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ SK വസന്തൻ. ഡോക്ടർ SK വസന്തൻ്റെ പ്രധാനപ്പെട്ട നോവലാണ് കാലം സാക്ഷി. പക്ഷെ കാലം സാക്ഷി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥാപരമായ കൃതിയാണ്. പക്ഷെ കാലം സാക്ഷി ഡോക്ടർ SK വസന്തൻ്റെ നോവലാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ SK വസന്തൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതു. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കെന്ന് ചോദിച്ചാൽ സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാരം P വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം P വത്സല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ട്രെൻഡ്, ഈ ഓരോ അവാർഡും ഏർപ്പെടുത്തിയ വർഷം ആദ്യം കിട്ടിയവരെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇടുന്നുണ്ട്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1993 എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1993 ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 1993 ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. 1994 94 എഴുത്തച്ഛൻ പുരസ്കാരം തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കാണ്. 1995 എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത് ബാലാമണി അമ്മയ്ക്കാണ്. 93 എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യത്തിന് കേരള സർക്കാർ നൽകുന്ന ഉന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 93 ആദ്യമായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. 94 തകഴി ശിവശങ്കരപ്പിള്ള. 2025 നൽകിയത് 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം. ആ 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത് KG ശങ്കരപ്പിള്ളയ്ക്ക്. ഈ ടോപ്പിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് 6 നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത ടോപ്പിക്ക് ഹരിവരാസനം പുരസ്കാരമാണ്. ഹരിവരാസനം പുരസ്കാരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത ടോപ്പിക്ക്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ്. 1 ലക്ഷം രൂപയാണ് ഹരിവരാസനം പുരസ്കാരം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് ഹരിവരാസനം പുരസ്കാരം. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന അവാർഡാണ് ഹരിവരാസനം പുരസ്കാരം. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന അവാർഡാണ്
ഹരിവരാസനം പുരസ്കാരം. സാധാരണയായി എല്ലാ വർഷവും മകരവിളക്കിനോടനുബന്ധിച്ചാണ് ഹരിവരാസനം പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ നമുക്ക് ആദ്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ നോക്കാം. 2012 ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തിയത്. 2012 KJ യേശുദാസിനാണ് ആദ്യമായിട്ട് ഹരിവരാസനം പുരസ്കാരം കിട്ടിയത്. കാര്യം ഹരിവരാസനം എന്ന പാട്ട് ഫേമസ് ആക്കിയത് തന്നെ KJ യേശുദാസാണ്. 2012 ഹരിവരാസനം പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് KJ യേശുദാസിനാണ്. 2013 KG ജയനാണ്. KG ജയൻ അയ്യപ്പ ഭക്തിഗാനങ്ങളൊക്കെ പാടുന്ന ആളാണ്. KG ജയനാണ് 2013. 2014 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് P ജയചന്ദ്രനാണ്. 2014 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് P ജയചന്ദ്രനാണ്. 2012 ഹരിവരാസനം പുരസ്കാരം ഏർപ്പെടുത്തിയത്. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന അവാർഡാണ് ഹരിവരാസനം പുരസ്കാരം. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2026 ഇനി നമുക്ക് അതിൻ്റെ കറണ്ട് അഫെയർ പാർട്ടിലോട്ട് പോവാം. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കറിനാണ്. 2026 ഹരിവരാസനം പുരസ്കാരം തിരുവിഴ ജയശങ്കർ നാദസ്വര വിദ്വാനാണ്. 2026 ഹരിവരാസനം പുരസ്കാരം തിരുവിഴ ജയശങ്കർ നാദസ്വര വിദ്വാനാണ്. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. 2025 ഹരിവരാസനം പുരസ്കാരം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. 2024 ഹരിവരാസനം പുരസ്കാരം വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം വീരമണിദാസൻ. 2023 ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡും ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. 2023 ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. 2022 ഹരിവരാസനം പുരസ്കാരം ആലപ്പി രംഗനാഥ്. നമുക്ക് ചോദിക്കാം, കറണ്ട് അഫെയർ ചോദിക്കാം. 2026 ഹരിവരാസനം പുരസ്കാരം ആർക്ക്? തിരുവിഴ ജയശങ്കർ നാദസ്വര വിദ്വാൻ. 25 ചോദിച്ചാൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അതായത് കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി നൽകുന്ന അവാർഡാണ് ഹരിവരാസനം പുരസ്കാരം. 2012 ഏർപ്പെടുത്തി. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2012 ആദ്യ അവാർഡ് ലഭിച്ചത് KJ യേശുദാസ്. 2026 ഹരിവരാസനം പുരസ്കാരം നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് 7 നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത ടോപ്പിക് 7 വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് 1 ലക്ഷം രൂപയാണ്. വയലാർ അവാർഡ് 1 ലക്ഷം രൂപ, ഒരു വെള്ളി ഫലകം. വയലാർ അവാർഡ് 1 ലക്ഷം രൂപയാണ് വയലാർ അവാർഡിൻ്റെ തുക. ആ വയലാർ അവാർഡ് ആദ്യം നമുക്ക് അതിൻ്റെ കറണ്ട് അഫെയർ പോയിന്റ് നോക്കാം. 2025 വയലാർ അവാർഡ് 2025 49ാമത് വയലാർ അവാർഡാണ് നൽകിയത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും. 48ാമത് വയലാർ അവാർഡ് ജേതാവ് ആര്, 49ാമത് വയലാർ അവാർഡ് ജേതാവ്, അങ്ങനെയൊക്കെ PSC ചോദ്യം ചോദിക്കും. 2025 നൽകിയത് 49ാം വയലാർ അവാർഡാണ്. 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് E സന്തോഷ് കുമാറിനാണ്. E സന്തോഷ് കുമാറിന് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ്. 2025 49ാം വയലാർ അവാർഡ് E സന്തോഷ് കുമാറിനാണ്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ്. കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന നോവലാണ് തപോമയിയുടെ അച്ഛൻ. ഗോപാൽ ബറുവ, തപോമയി എന്നിവരാണ് ഈ കൃതിയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. തപോമയി കഥാപാത്രമാണ്. തപോമയി അതിനകത്ത് തപോമയിയുടെ അച്ഛൻ്റെ പ്രധാന കഥാപാത്രം തപോമയിയാണ്. പിന്നെ തപോമയിയുടെ അച്ഛൻ ഗോപാൽ ബറുവയാണ്. എന്നാൽ 2025 വയലാർ അവാർഡ് 49ാമത് വയലാർ അവാർഡാണ്. E സന്തോഷ് കുമാറിനാണ് ലഭിച്ചത് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. 2024 വയലാർ അവാർഡ് അശോകൻ ചരുവിലിനാണ്. 2024 വയലാർ അവാർഡ് അശോകൻ ചരുവിലിനാണ്. കാട്ടൂർക്കടവ് എന്ന നോവലിനാണ്. കാട്ടൂർക്കടവ് രാഷ്ട്രീയ നോവലാണ് കാട്ടൂർക്കടവ്. എന്നാൽ തപോമയിയുടെ അച്ഛൻ സാമൂഹിക നോവലാണ്. 2024 വയലാർ അവാർഡ് അശോകൻ ചരുവിലിനാണ്. കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് 2024 വയലാർ അവാർഡ്. കാട്ടൂർക്കടവിലെ മുഖ്യ കഥാപാത്രമാണ് D കാട്ടൂർ. D കാട്ടൂരാണ് കാട്ടൂർക്കടവിലെ മുഖ്യ കഥാപാത്രം. കാട്ടൂർക്കടവിലെ ക്രൂരകൃത്യം, കാട്ടൂർക്കടവ് എന്ന് പറയുന്ന നോവലിനാണ് 24 വയലാർ അവാർഡ്. കാട്ടൂർക്കടവിലെ ക്രൂരകൃത്യം
കാട്ടൂർക്കടവിലെ ക്രൂരകൃത്യം, ക്ലാർക്കുമാരുടെ ജീവിതം എന്നിവയൊക്കെ അശോകൻ ചെരുവിലിൻ്റെ കൃതികളാണ്. ക്ലാർക്കുമാരുടെ ജീവിതം, കാട്ടൂർക്കടവിലെ ക്രൂരകൃത്യം, കാട്ടൂർക്കടവ്, ഇതെല്ലാം അശോകൻ ചെരുവിലിൻ്റെ പ്രധാന കൃതികളാണ്. 2024 വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക്. 2022 വയലാർ അവാർഡ് എസ് ഹരീഷിനാണ് മീശ എന്ന നോവലിന്. 2022 വയലാർ അവാർഡ് എസ് ഹരീഷിനാണ് മീശ എന്ന നോവലിന്. ഇനി ഇതൊക്കെ ആർട്ടാ ലിറ്ററേച്ചറിലും ഇതൊക്കെ ചോദ്യം വരും. ആർട്ടാ ലിറ്ററേച്ചറിൽ ഈ ഭാഗങ്ങളൊക്കെ ചോദ്യം വരും. ഇപ്പോൾ കറണ്ട് അഫെയർ ഭാഗം അതിൻ്റെ നമ്മൾ കഴിഞ്ഞു. ഇനി വയലാർ അവാർഡ് വയലാർ രാമവർമ്മ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ് വയലാർ അവാർഡ്. 1977 വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. 1977 ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്, അഗ്നിസാക്ഷി എന്ന കൃതിക്ക്. 1977 ആദ്യ വയലാർ അവാർഡ് നൽകിയത്. 1977 ആദ്യ വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി എന്ന കൃതിക്ക്. 1978 രണ്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് PK ബാലകൃഷ്ണനാണ്, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്ക്. ഇനി ഞാൻ ഉറങ്ങട്ടെ. നമ്മൾ പലപ്പോഴും PSC പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. കർണനെ, മഹാഭാരതത്തിലെ കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി PK ബാലകൃഷ്ണൻ രചിച്ച കൃതി ഏത്? ഇനി ഞാൻ ഉറങ്ങട്ടെ. രണ്ടാമത്തെ വയലാർ അവാർഡ് 1978 PK ബാലകൃഷ്ണൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ. 1979 വയലാർ അവാർഡ് മലയാറ്റൂർ രാമകൃഷ്ണനാണ്, യന്ത്രം എന്ന കൃതിക്ക്. 1980 വയലാർ അവാർഡ് തകഴിക്കാണ്, കയർ എന്ന കൃതിക്ക്. 2013 വയലാർ അവാർഡ് പ്രഭാവർമ്മയുടെ ശ്യാമമാധവം. നമ്മൾ പലപ്പോഴും ഈ GKയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ശ്യാമമാധവം ആരുടെ കൃതിയാണെന്ന് ചോദിക്കാറുണ്ട്. 2014 വയലാർ അവാർഡ് KR മീരയുടെ ആരാച്ചാർ. 2015 വയലാർ അവാർഡ് സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരാമുഖം. ഇപ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള PSC ചോദ്യമാണ്. മനുഷ്യനൊരാമുഖം എന്ന കൃതി ആരുടേതാണ്? സുഭാഷ് ചന്ദ്രൻ. റീസെൻ്റായിട്ട് വന്ന PSC ചോദ്യമാണ്. കാര്യം അതിന് 2015 വയലാർ അവാർഡ് കിട്ടി. കാര്യം എന്താ, ഈ കൃതികളൊക്കെ ചോദ്യം വരും ആർട്ടാ ലിറ്ററേച്ചറിനകത്ത്. ഒരു അവാർഡ് പഠിക്കുമ്പോൾ കറണ്ട് അഫെയർ മാത്രമല്ല, അതുകൊണ്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിലും കൂടി ഇടുന്നത്. കാര്യം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വന്നാൽ കിട്ടണം. അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പം തന്നെ മനുഷ്യനൊരാമുഖം ചോദിച്ചു, ആരുടെ കൃതിയാണ്? സുഭാഷ് ചന്ദ്രനുണ്ട്. ഇങ്ങനെയൊക്കെ ഡയറക്റ്റായിട്ട് ചോദ്യങ്ങളും കൂടെ കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം. 1977 വയലാർ അവാർഡിൽ ആരംഭിച്ചു. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 77 ആദ്യ വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി. 78 PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതിയ കൃതിയാണിത്. പക്ഷേ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MD രചിച്ച കൃതി രണ്ടാം ഊഴമാണ്. അതും PSC ചോദ്യമാണ്. 79 വയലാർ അവാർഡ് മലയാറ്റൂർ രാമകൃഷ്ണൻ, യന്ത്രം. 80 തകഴി, കയർ. 2013 വയലാർ അവാർഡ് പ്രഭാവർമ്മ ശ്യാമമാധവ എന്ന കൃതി. 2014 വയലാർ അവാർഡ് KR മീര, ആരാച്ചാർ. 2015 വയലാർ അവാർഡ് സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരാമുഖം. കറണ്ട് അഫെയർ ചോദിച്ചാൽ 2025 49ാം വയലാർ അവാർഡ് E സന്തോഷ് കുമാറിന് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. അതിലെ പ്രധാന കഥാപാത്രങ്ങൾ തപോമയി, ഗോപാൽ ബറുവ. 24 വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ കാട്ടൂർക്കടവ് എന്ന നോവലിന്. കാട്ടൂർക്കടവ് രാഷ്ട്രീയ നോവലാണ്. കാട്ടൂർക്കടവിലെ പ്രധാനപ്പെട്ട കഥാപാത്രം D കാട്ടൂരാണ്. 23 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി, ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥ. 22 വയലാർ അവാർഡ് S ഹരീഷ്, മീശ. അന്നേരം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ടോപ്പിക്കിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. അതുമാത്രമല്ല, ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുന്നൊരു ഏരിയയും കൂടാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ മൊത്തം കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കിയിലാണ്, 4 എണ്ണം. എന്നാൽ കേരളത്തിൽ മൊത്തം 18 വന്യജീവി സങ്കേതങ്ങൾ. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ തേക്കടിയാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ തേക്കടിയാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യകാല പേരാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950 കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ അല്ലെങ്കിൽ ന്യൂ അമരമ്പലം മലപ്പുറത്താണ്. വന്യജീവി സങ്കേതങ്ങൾ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ സിലബസിൽ തന്നിട്ടുണ്ട്. മിക്കവാറുള്ള PSC പരീക്ഷയിൽ ഇത് ഉറപ്പായിട്ടൊരു മാർക്ക് വരാറുണ്ട്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ 18 എണ്ണമാണ്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല
ഇടുക്കിയാണ്. 4 കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ്. പെരിയാറിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറിയാണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950 കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം. ഇനി നമുക്ക് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ചോദ്യം ഇപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണല്ലോ ചോദ്യം വരുന്നത്. വന്യജീവി സങ്കേതങ്ങൾ തെക്ക് മുതൽ വടക്ക് വരെയായിട്ടാണ് പോകുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതം 1958 സ്ഥാപിതമായത്. നെയ്യാർ വന്യജീവി സങ്കേതം 1958 സ്ഥാപിതമായത്. തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ നെയ്യാറാണ്. എന്നാൽ തെക്ക് മുതൽ വടക്കോട്ടാണ് വരുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതം നമുക്കറിയാം, PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദി ഏത്? നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏത്? നെയ്യാർ. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് എവിടെ? നെയ്യാർ. നെയ്യാർ വന്യജീവി സങ്കേതം 1958 സ്ഥാപിതമായി. തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ. 2 പേപ്പാറ വന്യജീവി സങ്കേതം. രണ്ടാമത്തെയാണ് പേപ്പാറ വന്യജീവി സങ്കേതം. 1983 പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ല. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പേപ്പാറ. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. അന്നേരം നോക്കിക്കോണം, തിരുവനന്തപുരം ജില്ലയിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 2. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1958. ഉൾപ്പെടുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏത്? നെയ്യാർ. 3 ശെന്തുരുണി വന്യജീവി സങ്കേതം. 3ാമത്തെയാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. 1984 നിലവിൽ വന്നത്. ശെന്തുരുണി വന്യജീവി സങ്കേതം 1984 നിലവിൽ വന്നു. ജില്ല കൊല്ലം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ശെന്തുരുണി. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ശെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം, കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ ഒറ്റ വന്യജീവി സങ്കേതമേ ഉള്ളൂ, ശെന്തുരുണി വന്യജീവി സങ്കേതം. 1984 സ്ഥാപിതമായി. കൊല്ലം ജില്ലയിലാണ്. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. കുളത്തൂപ്പുഴ വനം ഡിവിഷൻ്റെ ഭാഗമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തയാണ് പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യ കടുവാ സങ്കേതം ചോദിച്ചാലും പെരിയാർ. കേരളത്തിലെ ആദ്യ കടുവാ സങ്കേതം ചോദിച്ചാലും പെരിയാർ. അടുത്തയാണ് 5 ചിന്നാർ വന്യജീവി സങ്കേതം. 1984 ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 1984 നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ശെന്തുരുണി വന്യജീവി സങ്കേതം 1984 ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകളൊക്കെ PSC ചോദ്യമാണ്. നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ ഇടുക്കി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലെ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലെ ഏറ്റവും വലിയ നദി കബനി, വയനാട് ജില്ലയിലൂടെ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയായ പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവയ്ക്ക് പ്രശസ്തമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത 6ാമത്തെ വന്യജീവി സങ്കേതം ഇടുക്കി. 1976 ഇടുക്കി വന്യജീവി സങ്കേതം രൂപം കൊണ്ടത്. ഇടുക്കി ജില്ലയിലാണ്. അടുത്തയാണ് കുറിഞ്ഞി വന്യജീവി സങ്കേതം. 2006 കുറിഞ്ഞി വന്യജീവി സങ്കേതം രൂപം കൊണ്ടത്. ഇടുക്കി ജില്ലയിലാണ് കുറിഞ്ഞി വന്യജീവി സങ്കേതം. ഒരു സസ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞി ഇടുക്കി. ഒരു സസ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം കുറിഞ്ഞി ഇടുക്കി. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം. ഒരു സസ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം കുറിഞ്ഞി ഇടുക്കി. കുറിഞ്ഞി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 2006.
അടുത്ത 8 തട്ടേക്കാട് വന്യജീവി സങ്കേതം. തട്ടേക്കാട് 1983 തട്ടേക്കാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. 1983 തട്ടേക്കാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിലുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം തട്ടേക്കാട്. ഡോക്ടർ സലീം അലിയുടെ പേരിലുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട്. എന്നാൽ തട്ടേക്കാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1983. ഡോക്ടർ സലീം അലിയുടെ പേരിലുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം തട്ടേക്കാട്. അടുത്ത മംഗളവനം വന്യജീവി സങ്കേതം 2004. മംഗളവനം വന്യജീവി സങ്കേതം 2004. എറണാകുളം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും വലുത് പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. 2004 മംഗളവനം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. എറണാകുളം ജില്ലയിലാണ്. 10ാമത്തെ വന്യജീവി സങ്കേതം പീച്ചിവാഴാനി. 10ാമത്തെ വന്യജീവി സങ്കേതം പീച്ചിവാഴാനി. 1958 പീച്ചിവാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. തൃശ്ശൂർ ജില്ലയിലാണ്. നമുക്ക് പലപ്പോഴും PSC ചോദ്യമുണ്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. 11ാമത്തെ വന്യജീവി സങ്കേതം ചിമ്മിനി വന്യജീവി സങ്കേതം. 11ാമത്തെ വന്യജീവി സങ്കേതം ചിമ്മിനി വന്യജീവി സങ്കേതം. 1984 ചിമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി വന്യജീവി സങ്കേതം. 12ാമത്തെ കേരളത്തിലെ 12ാമത്തെ വന്യജീവി സങ്കേതം ചൂലന്നൂർ. കേരളത്തിലെ 12ാമത്തെ വന്യജീവി സങ്കേതം ചൂലന്നൂർ. 2007 ചൂലന്നൂർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. പാലക്കാട് ജില്ലയിലാണ്. പിന്നെ കുറച്ച് ഭാഗം തൃശ്ശൂർ ജില്ലയിലും. പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ വന്യജീവി സങ്കേതം. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ. പലപ്പോഴും PSC ചോദ്യം കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ്റെ പേരിലുള്ളത് ചൂലന്നൂർ. അന്നേരം ചൂലന്നൂർ വന്യജീവി സങ്കേതം പാലക്കാട് ജില്ല 2007 സ്ഥാപിതമായി. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ. പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ്റെ പേരിലുള്ളത് ചൂലന്നൂർ. 13ാമത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 13ാമത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 സ്ഥാപിതമായി. 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. പാലക്കാട് ജില്ലയിലാണ്. നമുക്കറിയാം ലാസ്റ്റ് ഗ്രേഡിൻ്റെയൊക്കെ ചോദ്യപേപ്പറിൽ PSC ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 സ്ഥാപിതമായി. പാലക്കാട് ജില്ലയിൽ കാട്ടുപോത്തുകൾക്ക് പ്രശസ്തമാണ് പറമ്പിക്കുളം. കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിൽ മൊത്തം 2 കടുവാ സങ്കേതങ്ങൾ, 1 പെരിയാർ, 2 പറമ്പിക്കുളം. കേരളത്തിലെ 2ാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. അടുത്തയാണ് മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതം 2009 നിലവിൽ വന്നു. കോഴിക്കോട് ജില്ലയിലാണ്. റീഡ് തവളകൾക്ക് പ്രശസ്തമാണ്. നമ്മൾ റീഡ് തവളയെന്ന് കേൾക്കുമ്പം കക്കയം ഡാമിലും റീഡ് തവളകൾ കാണപ്പെടുന്നുണ്ട്. അതും PSC ചോദ്യമാണ്. റീഡ് തവളകൾക്ക് പ്രശസ്തം കക്കയം ഡാം. മലബാർ വന്യജീവി സങ്കേതം കക്കയം ഡാം മലബാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. മലബാർ വന്യജീവി സങ്കേതം 2009 കോഴിക്കോട് ജില്ലയിലാണ്. റീഡ് തവളകൾക്ക് പ്രശസ്തം. അടുത്തയാണ് വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം അതിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. 1973 വയനാട് വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം 1973 നിലവിൽ വന്നു. വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രമാണ് മുത്തങ്ങ. ആന സംരക്ഷണ കേന്ദ്രമാണ് മുത്തങ്ങ. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതം മുത്തങ്ങ. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം. നിലവിൽ വന്നത് 1973. ആന സംരക്ഷണ കേന്ദ്രമാണ് മുത്തങ്ങ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതം മുത്തങ്ങ. അടുത്ത കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 നിലവിൽ വന്നു. കണ്ണൂർ ജില്ലയിലാണ്.
കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 നിലവിൽ വന്നു, കണ്ണൂർ ജില്ലയിലാണ്. അടുത്ത ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം 1984 നിലവിൽ വന്നത്, കണ്ണൂർ ജില്ലയിലാണ്. ആറളം വന്യജീവി സങ്കേതം 1984 നിലവിൽ വന്നത്, കണ്ണൂർ ജില്ലയിലാണ്. പാണ്ടൻ വേഴാമ്പൽ, ചരൽക്കുരുവി എന്നിവയ്ക്ക് പ്രശസ്തമാണ് ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ ജില്ലയിൽ. കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്തത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ, കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ലയിൽ, വന്യജീവി സങ്കേതം ഇല്ല. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. പാണ്ടൻ വേഴാമ്പൽ, ചരൽക്കുരുവി എന്നിവയ്ക്ക് പ്രശസ്തമാണ്. പാണ്ടൻ വേഴാമ്പൽ, ചരൽക്കുരുവി എന്നിവയ്ക്ക് പ്രശസ്തമാണ് ആറളം വന്യജീവി സങ്കേതം. കാര്യം പിന്നെ കാസർഗോഡ് ജില്ലയിൽ വന്യജീവി സങ്കേതം ഇല്ല. കാസർഗോഡ് ജില്ലയിൽ വന്യജീവി സങ്കേതം ഇല്ല. ആലപ്പുഴയിലൊന്നും ഇല്ല. ഞാൻ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഇല്ലാത്ത വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. പാണ്ടൻ വേഴാമ്പൽ, ചരൽക്കുരുവി എന്നിവയ്ക്ക് പ്രശസ്തമാണ് ആറളം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം. വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം 1984. ചിന്നാർ വന്യജീവി സങ്കേതം 1984 അല്ലേ. സെന്തുരുണി വന്യജീവി സങ്കേതം 1984. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ. അത് 18ാമതായിട്ട് ഉൾപ്പെടുത്തിയത് മിക്കവാറും PSC പരീക്ഷയ്ക്ക് ചോദിക്കും. കേരളത്തിൽ അവസാനമായി വന്ന വന്യജീവി സങ്കേതം അല്ലെങ്കിൽ കേരളത്തിൽ 18ാമതായി വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം 2019 സ്ഥാപിതമായത്. 2019 സ്ഥാപിതമായി. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ. നമ്മുടെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിൻ്റെ ടോപ്പിക്കിൽ ഈ വന്യജീവി സങ്കേതങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. നമ്മളതിനെ എക്സാം ഓറിയൻറ്റഡിലാക്കിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ മൊത്തം 18 വന്യജീവി സങ്കേതങ്ങൾ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് 9ാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആ 9ാമത്തെ ടോപ്പിക്ക് രക്തത്തിലെ പഞ്ചസാര, അന്നജത്തിലെ പഞ്ചസാര, ഇങ്ങനെ സ്കൂൾ ടെസ്റ്റിൽ നിന്നൊക്കെ വരുന്ന ടോപ്പിക്കാണ്. രക്തത്തിലെ പഞ്ചസാര ഗ്ലൂക്കോസാണ്. രക്തത്തിലെ പഞ്ചസാര ഗ്ലൂക്കോസാണ്. അന്നജത്തിലെ പഞ്ചസാര അറിയപ്പെടുന്നത് മാൾട്ടോസ് എന്നാണ്. ബാർലിയിലെ പഞ്ചസാര മാൾട്ടോസാണ്. പാലിലെ പഞ്ചസാര ലാക്ടോസാണ്. നമുക്ക് പലപ്പോഴും പാലിലെ ലാക്ടോസ് എപ്പോഴും ചോദ്യം വരാറുണ്ട്. തേനിലെ പഞ്ചസാര ഗ്ലൂക്കോസും ഫ്രാക്ടോസും ഉണ്ട്. പഴങ്ങളിലെ പഞ്ചസാര ഫ്രാക്ടോസാണ്. ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസാണ്. കരിമ്പിലെ പഞ്ചസാര സൂക്രോസാണ്. സാധാരണ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസാണ്. അന്നേരം രക്തത്തിലെ പഞ്ചസാര ഗ്ലൂക്കോസ്, അന്നജത്തിലെ പഞ്ചസാര മാൾട്ടോസ്, ബാർലിയിലെ പഞ്ചസാര മാൾട്ടോസ്, പാലിലെ പഞ്ചസാര ലാക്ടോസ്, തേനിലെ പഞ്ചസാര ഗ്ലൂക്കോസും ഫ്രാക്ടോസും, പഴങ്ങളിലെ പഞ്ചസാര ഫ്രാക്ടോസ്, ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ്, കരിമ്പിലെ പഞ്ചസാര സൂക്രോസ്, സാധാരണ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സൂക്രോസ്. നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക് 10 ക്വസ്റ്റ്യൻ വരുന്ന 10ാമത്തെ ടോപ്പിക്ക്. നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കുകളാണ്. അന്നേരം ഇന്നത്തെ മാരത്തോണിൻ്റെ കൂടെ ഇത്ര ടോപ്പിക്ക് കിട്ടും, അടുത്ത മാരത്തോണിൻ്റെ കൂടെ ബാക്കി ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്ക് കിട്ടും. അപ്പോഴും നമ്മൾ ഓർഡറായിട്ട് പഠിക്കും. ടോപ്പിക്ക് 10 ബഹിരാകാശമാണ്. ബഹിരാകാശം എന്ന് പറയുന്ന അതിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായിയാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായിയാണ്. ഇനി വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO-യാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO-യാണ്. 1969 ഓഗസ്റ്റ് 15-നാണ് ISRO നിലവിൽ വന്നത്. 1969 ഓഗസ്റ്റ് 15-നാണ് ISRO നിലവിൽ വന്നത്. ഇന്ത്യയിൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷവും 1969-ആണ്. ഇന്ത്യയിൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ച വർഷവും 1969-ആണ്. അന്നേരം ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15-നാണ്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് നാസ. നാസ നിലവിൽ വന്നത് 1958-ലാണ്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് നാസ. നാസ നിലവിൽ വന്നത് 1958-ലാണ്. റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് RSA. റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് RSA, റോസ് കോസ്മോസ് എന്നാണ്.
റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് RSA റോസ് കോസ്മോസ് എന്നാണ്. 1992 നിലവിൽ വന്നത്. കാര്യം അതിനു മുമ്പ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. റഷ്യ ആയതിനു ശേഷം റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് RSA റോസ് കോസ്മോസ്. അത് നിലവിൽ വന്നത് 1992. യൂറോപ്പിൻ്റെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ESA. യൂറോപ്പിൻ്റെ ബഹിരാകാശ ഏജൻസിയുടെ, യൂറോപ്പ് ഭൂഖണ്ഡത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ്, യൂറോപ്യൻ യൂണിയൻ്റെ ഒക്കെ കീഴിലുള്ള രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസിയാണ് ESA. ESA എന്ന് പറയുന്ന ബഹിരാകാശ ഏജൻസി നിലവിൽ വന്നത് 1975. ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് JAXA. ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയുടെ പേര് JAXA. 2003 നിലവിൽ വന്നത്. ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ് CNSA. അത് നിലവിൽ വന്നത് 1993. നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ: ഒന്ന് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO ആണ്. ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15. അമേരിക്കയുടെ ISROയുടെ ആസ്ഥാനം ബംഗളൂരാണ്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ നിലവിൽ വന്നത് 1958. റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് RSA നിലവിൽ വന്നത് 1992. യൂറോപ്യൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് ESA. അത് നിലവിൽ വന്നത് 1975. ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയാണ് JAXA നിലവിൽ വന്നത് 2003. ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ് ചൈനയുടെ ബഹിരാകാശ ഏജൻസി CNSA. അത് നിലവിൽ വന്നത് 1993. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. വാർത്താവിനിമയത്തിനായി നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ്. അതുകൊണ്ടല്ലേ ഓരോ ഉപഗ്രഹം വിടുമ്പോഴും ഇൻസാറ്റ്, IRS എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. വാർത്താവിനിമയത്തിനായി നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളെ വിളിക്കുന്ന പേര് ഇൻസാറ്റ്. ഇത് ഇൻസാറ്റ് ശ്രേണിയിലുള്ളതല്ല. ഇപ്പോൾ ഇൻസാറ്റ് വിടുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇൻസാറ്റ് ശ്രേണിയിലുള്ളതെല്ലാം വാർത്താവിനിമയ ഉപഗ്രഹങ്ങളാണ്. അങ്ങനെ ചോദ്യം വരാറുണ്ട്. വാർത്താവിനിമയത്തിനായി നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനത്തിന് വേണ്ടി IRS ഉപഗ്രഹങ്ങളാണ്. പക്ഷെ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റ് ശ്രേണിയിലുള്ളത്. കാലാവസ്ഥാ പഠനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് IRS. എന്നാൽ IRS വിക്ഷേപിക്കുമ്പോൾ കാലാവസ്ഥ, ഭൂവിഭവ പഠനം, ഇതൊക്കെയാണ് IRSൻ്റെ ലക്ഷ്യം. എന്നാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. അത് 2004 സെപ്റ്റംബർ 20 എജ്യൂസാറ്റ് വിക്ഷേപിച്ചത്. അത് ചോദിക്കാറുണ്ട്. എജ്യൂസാറ്റ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപകരണമാണ് എജ്യൂസാറ്റ്. 2004 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രപര്യവേക്ഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ്റെ ആദ്യ ഘട്ടം വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 20 ഇന്ത്യയുടെ ആദ്യ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ. 2013 മംഗൾയാൻ്റെ ആദ്യം വിക്ഷേപണം നടന്നത്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക് 11 ആസിഡുകൾ ചോദ്യം വരുന്നതാണ്. ഞാൻ ലാസ്റ്റ് ഗ്രേഡിന് ചോദിച്ചൊരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന ഉണ്ടാകുന്നതിന് കാരണം ഏത് ആസിഡാണ്? ഫോമിക് ആസിഡ് അല്ലേ? അത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഉറുമ്പുകൾ വരി തെറ്റാതെ പോകുന്നതോ അല്ലെങ്കിൽ ഉള്ള ആസിഡോ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന ഉണ്ടാകുന്നതിന് കാരണം ഫോമിക് ആസിഡാണ്. പ്രധാനപ്പെട്ട ആസിഡുകൾ ചോദിക്കുന്നതാണ്. മരച്ചീനിയിലെ ആസിഡാണ് പ്രൂസിക് ആസിഡ്. പുളിയിലെ ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. നാരങ്ങയിലുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. ഓറഞ്ചിലുള്ള ആസിഡ് ഏതാ? സിട്രിക് ആസിഡ്. നാരങ്ങയിലും ഓറഞ്ചിലും സിട്രിക് ആസിഡ്. നെല്ലിക്കയിലുള്ളതാണ് അസ്കോർബിക് ആസിഡ്. ആപ്പിളിലും തേനിലും പ്രധാനമായും മാലിക് ആസിഡ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. അത് ചോദ്യം വരുന്ന PSC ചോദ്യമാണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. വാഴപ്പഴം, ചുവന്നുള്ളി
എന്നിവയിൽ പ്രധാനമായും കാണപ്പെടുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. വാഴപ്പഴം, ചുവന്നുള്ളി എന്നിവയിൽ പ്രധാനമായും കാണപ്പെടുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ചോക്ലേറ്റിലുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ചോക്ലേറ്റിലുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ്. കാപ്പിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ക്യൂനിക് ആസിഡ്. കാപ്പിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ക്യൂനിക് ആസിഡ്. തേയിലയിൽ കാണപ്പെടുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. തേയിലയിലുള്ള ആസിഡാണ് ടാനിക് ആസിഡ്. തേനീച്ചയിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. തേനീച്ചയിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. എന്നാൽ ഈ ആസിഡുകൾ കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്ന ഒന്നാണ്. ലാസ്റ്റ് ഗ്രേഡിൻ്റെ ചോദ്യമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആസിഡ് കാണാറുണ്ട്. ഞാനൊരു ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന ഉണ്ടാകുന്നതിന് കാരണം ഏത് ആസിഡാണ്? ഫോമിക് ആസിഡ്. മരച്ചീനിയിലുള്ള ആസിഡാണ് പ്രൂസിക് ആസിഡ്. പുളിയിലുള്ള ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ഓറഞ്ചിൽ കാണപ്പെടുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. നാരങ്ങയിൽ കാണപ്പെടുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. നെല്ലിക്കയിലുള്ള ആസിഡാണ് അസ്കോർബിക് ആസിഡ്. ആപ്പിളിലുള്ള ആസിഡാണ് മാലിക് ആസിഡ്. തേനിൽ കാണപ്പെടുന്ന ആസിഡാണ് മാലിക് ആസിഡ്. മുന്തിരിയിലുള്ള ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. വിനാഗിരിയിലുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. വാഴപ്പഴവും ചുവന്നുള്ളിയും പ്രധാനമായും കാണപ്പെടുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ചോക്ലേറ്റിലും ഓക്സാലിക് ആസിഡ് കാണപ്പെടുന്നുണ്ട്. കാപ്പിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ക്യൂനിക് ആസിഡ്. തേയിലയിൽ കാണപ്പെടുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. തേനീച്ചയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ഉറുമ്പുകളിൽ കാണപ്പെടുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. അന്നേരം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. എന്തായാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. എന്നാൽ അടുത്ത ടോപ്പിക്ക് കേരളത്തിൻ്റെ ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ലാസ്റ്റ് ഗ്രേഡിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്ക്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് 1930 ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചു. അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉപ്പ് സത്യാഗ്രഹം നടന്നു. അങ്ങനെ കേരളത്തിലും കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം. കേരളത്തിൻ്റെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. അതുപോലെ തന്നെ പവിത്രമോതിരത്തിന് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലമാണ് പയ്യന്നൂർ. കേരളത്തിൻ്റെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. പവിത്രമോതിരത്തിന് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലമാണ് പയ്യന്നൂർ. കേരളത്തിലെ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കേളപ്പനാണ്. അതുകൊണ്ടാണ് കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് കേളപ്പനാണ്. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവാരെന്ന് ചോദിച്ചാൽ കേളപ്പനാണ്. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവാര്? കേളപ്പൻ. മറ്റ് നേതാക്കൾ പി കൃഷ്ണപിള്ള, ഇ മൊയ്തു മൗലവി, പി കേശവൻ നമ്പ്യാർ, മുയ്യാരത്ത് ശങ്കരൻ എന്നിവരാണ്. മറ്റു നേതാക്കൾ പി കൃഷ്ണപിള്ള, ഇ മൊയ്തു മൗലവി, പി കേശവൻ നമ്പ്യാർ, മുയ്യാരത്ത് ശങ്കരൻ എന്നിവരാണ്. അന്നേരം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. കേരളത്തിൻ്റെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. പവിത്രമോതിരത്തിന് പ്രശസ്തമായ കേരളത്തിലെ സ്ഥലമാണ് പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 3 ഉപ്പ് സത്യാഗ്രഹ ജാഥകൾ നടന്നിട്ടുണ്ട്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 3 ഉപ്പ് സത്യാഗ്രഹ ജാഥകൾ നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ ജാഥ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ. ഒന്നാമത്തെ ജാഥ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. രണ്ടാമത്തെ ജാഥ പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് മൊയ്തു മൗലവിയുടെ നേതൃത്വത്തിലാണ്. രണ്ടാമത്തെ ജാഥ പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് മൊയ്തു മൗലവിയുടെ നേതൃത്വത്തിലാണ്. മൂന്നാമത്തെ ജാഥ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണ്. മൂന്നാമത്തെ ജാഥ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് TR കൃഷ്ണസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണ്. അന്നേരം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 3 ജാഥകൾ നടന്നിട്ടുണ്ട്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 3 ജാഥകൾ നടന്നിട്ടുണ്ട്. ഒന്നാമത്തെ ജാഥ കേളപ്പൻ്റെ ജാഥയാണ്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് കേളപ്പൻ. പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് മൊയ്തു മൗലവി. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ.
കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് കെ കേളപ്പനോടൊപ്പമുള്ള വോളണ്ടിയർമാരുടെ എണ്ണം 32 വോളണ്ടിയർമാരാണ് ഉണ്ടായിരുന്നത്. കെ കേളപ്പനോടൊപ്പമുള്ള വോളണ്ടിയർമാരുടെ എണ്ണം 32. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് ആവേശം പകർന്ന പടയണി ഗാനം വരിക വരിക സഹചരേ സഹനസമര സമയമായി കരളുറച്ച കൈകൾ നീട്ടി കാൽനടക്കി പോക നാം എന്ന അംശി നാരായണ പിള്ള രചിച്ച ഗാനമാണ്. അത് പലപ്പോഴും PSC ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് ആവേശം പകർന്ന പടയണി ഗാനം വരിക വരിക സഹചരേ സഹനസമര സമയമായി കരളുറച്ച കൈകൾ നീട്ടി കാൽനടക്കി പോക നാം ബ്രിട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ എന്നുള്ള അംശി നാരായണ പിള്ള രചിച്ച ഗാനമാണ്. അത് പലപ്പോഴും ചോദിക്കും. വരിക വരിക സഹചരേ ഇത് ആര് രചിച്ചതാണ്? അംശി നാരായണ പിള്ള. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സമയത്ത് പടയണി ഗാനമായിരുന്നു വരിക വരിക സഹചരേ സഹനസമര സമയമായി എന്നുള്ള അംശി നാരായണ പിള്ള രചിച്ച ഗാനം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നു. ആ പയ്യന്നൂരിൽ ഉപ്പ് കുടുക്കി നിയമം ലംഘിച്ച സമയത്ത് കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തു. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആര്? മൊയ്യാരത്ത് ശങ്കരനാണ്. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആര്? മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരൻ. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് നിരാഹാരമനുഷ്ഠിച്ച നേതാവ്, ഉപ്പ് സത്യാഗ്രഹ സമയത്ത് നിരാഹാരമനുഷ്ഠിച്ച് മരിച്ച നേതാവ്, അതായത് ബെല്ലാരി, കർണാടകയിലെ ബെല്ലാരി ജയിലിൽ കിടന്ന് ഉപ്പ് സത്യാഗ്രഹ സമയത്ത് മരിച്ച ഉപ്പ് സത്യാഗ്രഹിയാണ് കുഞ്ഞിരാമൻ അടിയോടി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കുഞ്ഞിരാമൻ അടിയോടി. അങ്ങനെ കോഴിക്കോട്ടെ ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ 1930 പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ 1930 കേരളത്തിലെ രണ്ടാം ഉപ്പ് സത്യാഗ്രഹം കോഴിക്കോട് നടന്നു. 1930 കോഴിക്കോട്ടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. 1930 കോഴിക്കോട്ടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവാരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. 1930 കോഴിക്കോട്ടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നതാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനെയാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനെയാണ്. എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കേരള ചരിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം. അന്നേരം കോഴിക്കോട്ടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആരെന്നും പറഞ്ഞ് PSC 2025 ചോദിച്ച ചോദ്യമാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. നമുക്കൊന്നുകൂടെ നോക്കാം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം 1930. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരാണ്. കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്ന നേതാവാണ് കെ കേളപ്പൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എത്ര ഉപ്പ് സത്യാഗ്രഹ ജാഥകൾ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 3 ഉപ്പ് സത്യാഗ്രഹ ജാഥകൾ. ഒന്നാമത്തെ ജാഥ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കുള്ള ജാഥയാണ്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കുള്ള ജാഥ നയിച്ചത് കെ കേളപ്പനാണ്. രണ്ടാമത്തെ ജാഥ മൊയ്തു മൗലവിയുടെ പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്കുള്ള ജാഥ നയിച്ചത് മൊയ്തു മൗലവി. മൂന്നാമത്തെ ജാഥ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പ് സത്യാഗ്രഹത്തിന് ആവേശം പകർന്ന പടയണി ഗാനം വരിക വരിക സഹചരേ സഹനസമര സമയമായി കരളുറച്ച കൈകൾ നീട്ടി കാൽനടക്കി പോക നാം എന്ന അംശി നാരായണ പിള്ള രചിച്ച ഗാനമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് ആവേശം പകർന്ന പടയണി ഗാനം. അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരേ സഹനസമര സമയമായി എന്ന പടയണി ഗാനമാണ്. അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത വോളണ്ടിയർമാരുടെ എണ്ണം 32 ആണ്. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചതാര്? മൊയ്യാരത്ത് ശങ്കരൻ. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചതാര്? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനെ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സമയത്ത് കർണാടകയിലെ ജയിലിൽ കിടന്ന് അന്തരിച്ച ഉപ്പ് സത്യാഗ്രഹിയാര്? കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സമയത്ത് കർണാടകയിലെ ബെല്ലാരി ജയിലിൽ അന്തരിച്ച ഉപ്പ് സത്യാഗ്രഹി കുഞ്ഞിരാമൻ അടിയോടി. അന്നേരം പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് കേരളത്തിലെ രണ്ടാം ഉപ്പ് സത്യാഗ്രഹം നടന്നത് കോഴിക്കോടാണ്. 1930 കോഴിക്കോട്ടെ ബേപ്പൂര്
1930 കോഴിക്കോട്ടെ അല്ലെങ്കിൽ ബേപ്പൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതാവ് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അൽ അമീൻ എന്ന പത്രം 1924 കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അൽ അമീൻ എന്ന പത്രം 1924 കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അൽ അമീൻ എന്ന പത്രം 1924 കോഴിക്കോട് നിന്ന് ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അന്നേരം ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്ക് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ്. നമുക്കറിയാം PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന അടുത്ത ടോപ്പിക്കാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം മൊത്തം 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1920 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാനത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? മഞ്ചേരി. നമുക്കറിയാം, അന്ന് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളെല്ലാം തിരുവിതാംകൂറും വടക്കോട്ടുള്ള ജില്ലകളെല്ലാം മലബാർ എന്നും അറിയപ്പെട്ടത്. മലബാർ എന്ന മദ്രാസിന് കീഴിലായിരുന്നു. അന്നേരം 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1920 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാനത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ആൻസർ മഞ്ചേരി. അന്നേരം നമുക്ക് ആ 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളും ഒന്ന് നോക്കാം. കാര്യം ആദ്യ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ PSC ചോദ്യമാണ്. പലപ്പോഴും അത് ആവർത്തിക്കുന്ന ചോദ്യം കൂടാണ്. ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916. ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916. പാലക്കാട് വെച്ചിട്ടാണ് ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്. പാലക്കാട് വെച്ചിട്ടാണ്. ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷ. അന്നേരം 1916 പാലക്കാട് വെച്ച് നടന്ന ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷ, അതാണ് എപ്പോഴും ചോദിക്കുന്നത്, അധ്യക്ഷ ആനി ബസന്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കണം, 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം, ആദ്യ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത് പാലക്കാട് വെച്ച്. അധ്യക്ഷ ആനി ബസന്റ് ആണ്. തൊട്ടടുത്ത വർഷം 1917 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ 1917 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത ആനി ബസന്റ് 1917 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ. പക്ഷേ ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നു. ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷ. ഇനി രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1917 കോഴിക്കോട് വെച്ച് നടന്നു. രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1917 കോഴിക്കോട് വെച്ച് നടന്നു. രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യറാണ്. രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യറാണ്. നമ്മൾ CP രാമസ്വാമി അയ്യരെ കേൾക്കുന്നത് തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു അല്ലേ? തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു. 1946 പുന്നപ്പുറ വയലാർ സമരം CP രാമസ്വാമിയർക്കെതിരായിരുന്നു. ഇതൊക്കെ നമ്മൾ CP രാമസ്വാമിയുടെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ തെള്ളുന്നു എന്നതായിരുന്നു 1946 പുന്നപ്പുറ വയലാർ സമരം. അതിനു മുമ്പ് ഇദ്ദേഹം തിരുവിതാംകൂർ ദിവാനാകുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് CP രാമസ്വാമി അയ്യർ. അന്നേരം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ രണ്ടാം സമ്മേളനം 1917 കോഴിക്കോട് വെച്ച് നടന്നു. CP രാമസ്വാമി അയ്യരായിരുന്നു അധ്യക്ഷൻ. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ മൂന്നാം സമ്മേളനം 1918 തലശ്ശേരിയിൽ വെച്ച് നടന്നു. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ മൂന്നാം സമ്മേളനം 1918 തലശ്ശേരിയിൽ വെച്ച് നടന്നു. ആസാദ് അലിഖാൻ ബഗദൂർ ആയിരുന്നു അധ്യക്ഷൻ. ആസാദ് അലിഖാൻ ബഗദൂർ ആയിരുന്നു അധ്യക്ഷൻ. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ നാലാം സമ്മേളനം 1919 വടകരയിൽ വെച്ച് നടന്നു. KP രാമൻ മേനോനായിരുന്നു അധ്യക്ഷൻ. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ നാലാം സമ്മേളനം 1919 വടകരയിൽ വെച്ച് നടന്നു. KP രാമൻ മേനോനായിരുന്നു അധ്യക്ഷൻ. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അഞ്ചാം സമ്മേളനം
അഞ്ചാം സമ്മേളനവും അവസാന സമ്മേളനവും 1920 മഞ്ചേരിയിൽ വെച്ച് നടന്നു. കസ്തൂരിരംഗ അയ്യങ്കാർ ആയിരുന്നു അധ്യക്ഷൻ. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ 5ാം സമ്മേളനം 1920 മഞ്ചേരിയിൽ വെച്ച് നടന്നു. കസ്തൂരിരംഗ അയ്യങ്കാർ ആയിരുന്നു അധ്യക്ഷൻ. പലപ്പോഴും PSC പരീക്ഷയ്ക്ക് 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നപ്പം ആദ്യത്തേത് നടന്ന സ്ഥലവും അധ്യക്ഷയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ KPCCയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ഒറ്റപ്പാലം. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം, പാലക്കാട്. 1921 KPCCയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് T പ്രകാശം, ആന്ധ്രാ കേസരി എന്നറിയപ്പെടുന്ന T പ്രകാശം. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം. T പ്രകാശമായിരുന്നു അധ്യക്ഷൻ. അതേപോലെ PSC പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒന്നാണ് 1928 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 4ാം സമ്മേളനം നടന്നതെവിടെ? പയ്യന്നൂര്. 1928 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പയ്യന്നൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1928 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പയ്യന്നൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അത് മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 4ാം സമ്മേളനം 1928 പയ്യന്നൂരിൽ വെച്ച് നടന്നു. ആ പയ്യന്നൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. 21 KPCCയുടെ ആദ്യ സമ്മേളനം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം 21 ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു. T പ്രകാശമായിരുന്നു അധ്യക്ഷൻ. അന്നേരം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം, അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 2 സമ്മേളനങ്ങളും മിക്കപ്പോഴും PSC പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. അന്നേരം മൊത്തം 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. 1ാം സമ്മേളനം 16 പാലക്കാട് ആനി ബസന്റ് അധ്യക്ഷൻ. 2ാം സമ്മേളനം 17 കോഴിക്കോട് CP രാമസ്വാമിയുടെ അധ്യക്ഷൻ. 3ാം സമ്മേളനം 18 തലശ്ശേരി ആസാദ് അലിഖാൻ ബഹദൂർ അധ്യക്ഷൻ. 4ാം സമ്മേളനം 19 വടകര KP രാമൻ മേനോൻ അധ്യക്ഷൻ. 5ാം സമ്മേളനം 1920 മഞ്ചേരി കസ്തൂരിരംഗ അയ്യങ്കാർ അധ്യക്ഷൻ. അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഒറ്റപ്പാലത്ത് വെച്ച് T പ്രകാശമായിരുന്നു അധ്യക്ഷൻ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 1928 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 1928 സമ്മേളനം നടന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. നമുക്ക് മിക്കപ്പോഴും അറിയാം, ലാസ്റ്റ് ഗ്രേഡിൻ്റെ പരീക്ഷയ്ക്കൊക്കെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ചോദിക്കാറുണ്ട്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. ഓരോന്നായിട്ട് നമുക്ക് പോകാം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം ഒന്നാമത്തെയാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ. ഒന്നാമത്തെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ. രണ്ടാമത്തെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും അധികം കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളമാണ്. അടുത്ത കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, തൃശ്ശൂർ. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം, അതായത് മണ്ണു പരിശോധനാ കേന്ദ്രം പാറോട്ടുകോണം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, പത്തനംതിട്ട, മേനോൻപാറ, പാലക്കാട്. കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ തിരുവല്ല, പത്തനംതിട്ട, മേനോൻപാറ, പാലക്കാട്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. ഏലം ഗവേഷണ കേന്ദ്രം, അവിടെ ശ്രദ്ധിക്കണം, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി.
കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കി. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കി. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കി. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട്. നമുക്കറിയാം PSC പരീക്ഷയ്ക്ക് ചോദിക്കും കേരളത്തിൽ ഏറ്റവും അധികം ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും അധികം ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും അധികം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം കശുവണ്ടി തോട്ടങ്ങളുള്ള ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അധികം അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അധികം പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അധികം പുകയില, അടയ്ക്ക കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും അധികം ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും അധികം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിൽ നിന്ന് ചോദ്യം വരുന്നതാണ് കാര്യം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂർ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂർ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി തൃശ്ശൂർ. സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറോട്ടുകോണം തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ട, മേനോൻപാറ പാലക്കാട്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കി. കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട്. കേരളത്തിലെ ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം. ഒരു പരീക്ഷയ്ക്ക് ഈ ബാംബു കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1971. 1971. കേരള ബാംബു കോർപ്പറേഷൻ അങ്കമാലി എറണാകുളം. സുഗന്ധ ഭവൻ പാലാരിവട്ടം കൊച്ചി. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. അത് പലപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ. അതുകൊണ്ടല്ലേ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പന്നിയൂർ 1, പന്നിയൂർ 2 എന്തിൻ്റെ സങ്കര ഇനം വിളയാണ്? കുരുമുളക്. കേരള കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ. എന്നാൽ കേരളത്തിൽ ഏറ്റവും അധികം കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം ഏല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം. പക്ഷേ ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം. പക്ഷേ ഏറ്റവും അധികം കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ്. ഏറ്റവും അധികം കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ്. സെൻട്രൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സെൻറ്റർ കൊച്ചിയാണ്. സെൻട്രൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊച്ചിയാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് തത്തമംഗലം പാലക്കാട്. അതുപോലെ തന്നെ കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചിയാണ്. നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരമാണ്. കേരളത്തിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മിക്കപ്പോഴും ചോദ്യം വരുന്നതാണ്. പ്രത്യേകിച്ച് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കാസർഗോഡ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ചോദിക്കാറുണ്ട് ശ്രീകാര്യം തിരുവനന്തപുരം. അതുപോലെ കേരളത്തിലെ ഏറ്റവും അധികം കൈതച്ചക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എറണാകുളം. ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. ഏറ്റവും അധികം അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. ഏറ്റവും അധികം പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. ഏറ്റവും അധികം ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. ഏറ്റവും അധികം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. കേരളത്തിൽ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം ഗ്രാമ്പു ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം കറുവപ്പട്ട ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം ഏല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. നമുക്ക് ഇന്ന് 15 ടോപ്പിക്കാണ്
നമ്മുടെ LGSൻ്റെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ നമ്മുടെ ആദ്യത്തെ മാരത്തോൺ പോകുന്നത്. കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോഴേ മാരത്തോൺ തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 15 എണ്ണം നമുക്ക് പഠിക്കാം, 15 ടോപ്പിക്ക് പഠിച്ചു മാറ്റുക. അന്നേരം അടുത്ത മാരത്തോൺ വരുമ്പോൾ അടുത്ത 15, ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയാകുമ്പോഴത്തേക്ക് ഇത്രത്തോളം ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിരിക്കും. അന്നേരം ഓക്കെ, നമുക്ക് അടുത്തൊരു മാരത്തോണിൽ കാണാം. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം, കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു.